കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയിരിക്കുന്നു. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO ആയ അനീഷ് ജോർജാണ് മരിച്ചത്. SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. BLO നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ. നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും ടാർഗറ്റും ഒന്നും ഈ BLOക്ക് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസി പൊതുവെ നല്ല രീതിയിൽ ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷെ പോലീസിനോട് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയ ശേഷം ഒരു ഫൈനൽ ഇത് പറയാം. ആ സെയിം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മൾട്ടിപ്പിൾ ഇതേപോലെ തന്നെ ഒരു ഏകദേശം 100ഓളം ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പോലീസ് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പരിശോധിക്കാം. ആ സമയത്തൊന്നും എൻക്വയറി നടത്താം. സംഭവം ദൗർഭാഗ്യകരമെന്ന് CPIM നേതാവ് MV ജയരാജൻ. അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു. SIR നടപ്പാക്കാനുള്ള ഏകപക്ഷീയമായ നടപടിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനരാലോചന നടത്തണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. നിരവധി BLOമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല. 2 ജോലി ഒരാൾ ചെയ്യേണ്ടി വരും. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഭാഗമായി SIRന്റെ പ്രവർത്തനം നടത്തണം. ഇത്തരം ഒരു അധ്യാപകന്റെ ദാരുണമായ മരണം മനസ്സിലാക്കിയിട്ടെങ്കിലും സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ SIR നടപ്പാക്കുക എന്നതിലേക്ക് പോകണം. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് NGO അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികളുടെ ശതമാനക്കണക്ക് നിരത്തി മൈൽ സ്റ്റോൺസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ നെട്ടോട്ടമോടുകയാണ്. ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ ചേർത്ത് വീട് വീടാന്തരം കയറി ഫോം കൊടുക്കുകയാണ്. ടാർഗറ്റ് വെച്ചിരിക്കുന്നു ഞായറാഴ്ചക്കുള്ളിൽ തീർക്കുക എന്നത്. അങ്ങനെ കടുത്ത സമ്മർദ്ദത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. എന്താണ് അനീഷിന്റെ സാഹചര്യം? ആത്മഹത്യാക്കുറിപ്പോ അല്ലെങ്കിൽ സന്ദേശമോ അങ്ങനെ എന്തെങ്കിലും അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? വ്യാപകമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം, പരാതി, അവരുടെ പ്രതിഷേധമൊക്കെ ഉണ്ട്. ഗോകുൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഒരു ശതമാനക്കണക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ബലി കഴിപ്പിക്കപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്നാണ് അല്പസമയം മുൻപ് ഒരു BLO നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ SIR-മായി ബന്ധപ്പെട്ട് ഇത്ര ശതമാനം ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇത്ര ശതമാനം പേർ SIR-ന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ മേനി നടിക്കുമ്പോൾ അവിടെ പൊലിഞ്ഞു പോകുന്നത് അനീഷ് ജോർജിനെ പോലെയുള്ളവരുടെ ജീവനുകളാണ്. അനീഷ് ജോർജ് പയ്യന്നൂർ മണ്ഡലത്തിലെ 18-ാം ബൂത്തിലെ BLO ആണ്. SIR ജോലി സമ്മർദ്ദം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുടുംബവുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കൊക്കെയും ഈ SIR-ന്റെ ഫോമുകൾ എടുത്തു വെച്ച് താൻ ഇതിനി എന്ത് ചെയ്യാനാണ് എന്ന് അനീഷ് വീട്ടുകാരോട് ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം വീട്ടിലുള്ള ബന്ധുക്കളൊക്കെയും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയി. അതിന് ശേഷം വീട്ടിലേക്ക് തിരികെ വന്നാണ് അനീഷ് ജീവൻ ഒടുക്കുന്നത്. അപ്പോൾ അനീഷുമായി ബന്ധപ്പെട്ടുള്ള ഈ ബന്ധുക്കളോടും ഒപ്പം തന്നെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഈ ഫോമുകൾ നൽകി തീർക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തൊട്ടടുത്തുള്ള വായനശാലയിൽ ഇന്ന് SIR-മായി ബന്ധപ്പെട്ട് ഈ ഫോമുകൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയും അതിൻ്റെ ഹെൽപ്പ് ലൈൻ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഡെസ്കൊക്കെ ഇന്ന് തൊട്ടടുത്തുള്ള വായനശാലയിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ SIR-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ വീടുകളിലൊന്നും അങ്ങനെ കയറി പരിചയവുമില്ല, അധികം ആളുകളെ കണ്ട് പരിചയമില്ല. അപ്പോൾ ഈ ഫോം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി BLOമാരായിരിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരായിരിക്കുന്നവർക്ക് പോലും അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അവരൊക്കെയും ഈ BLAമാരുമായി ചേർന്നുകൊണ്ട് പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമൊക്കെയായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോമുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അനീഷിന് വളരെ പരിചയം കുറവായിരുന്നു ഇതിൽ. അദ്ദേഹം അങ്ങനെ BLAമാരുമൊക്കെ ആയിട്ട് ആണ് പലപ്പോഴും പല വീടുകളിലും പോയി
ഈ ഇത്തരത്തിൽ ഫോം നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പല പാർട്ടികളും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു പാർട്ടിയുടെ മാത്രം BLA വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പരാതി നൽകിയിരുന്നു എന്നുള്ള ആരോപണം ഒരു വശത്തുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം അദ്ദേഹം സമ്മർദ്ദപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ഈ SIR ഫോമുമായി ബന്ധപ്പെട്ട് അത് തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓരോ ദിവസവും ഇങ്ങനെ മേലുദ്യോഗസ്ഥർ വിലയിരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വിലയിരുത്തലിൽ ശതമാനക്കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ശതമാനക്കണക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷമം കുറേ ദിവസങ്ങളായി ഇദ്ദേഹത്തിനെ വലിയ തോതിൽ അലട്ടിയിരുന്നു. അങ്ങനെ രാത്രികളിലൊക്കെ ഇങ്ങനെ 2 മണിവരെയും 3 മണിവരെയും ഇരുന്ന് ഫോമുകൾ തിരയുകയും അത് പൂർത്തിയാക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഇത്തരത്തിൽ അനീഷിനെ പിന്തുണച്ചുകൊണ്ട് ഈ BLOമാരുടെ ജോലി സമ്മർദ്ദം എടുത്തു പറഞ്ഞുകൊണ്ട് അവരും രംഗത്തെത്തുകയാണ്. കാരണം ഈ സർവകക്ഷി യോഗം SIRമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഓരോ പാർട്ടികളും അഭിപ്രായം പറഞ്ഞിരുന്നതുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം ഓരോ സ്ഥലങ്ങളിൽ നിന്നും BLOമാർ വലിയ തോതിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അവർ നേരിടുന്ന ഓരോ ദിവസവും അവർ നേരിടുന്ന സമ്മർദ്ദം വീണ്ടും പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗോകുൽ. തീർച്ചയായും രഹീസ്, ഇത് അനീഷ് ജോർജിന്റെ മാത്രം സാഹചര്യമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BLOമാർ നേരിടുന്ന പ്രതിസന്ധിയാണ്. പല വീടുകളിലും എത്തുമ്പോൾ ആളുകൾ ഉണ്ടാവില്ല. അവരെ കണ്ടെത്തി ഫോം കൈമാറുക എന്നത് അത്ര ശ്രമകരമായ ജോലിയാണ്. അതിനോടൊപ്പം തന്നെ പലർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അങ്ങനെ 2 ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്ന, അതിന് സമയം തികയാതെ വരുന്ന അവസ്ഥയിൽ നെട്ടോട്ടമോടുകയാണ് ഉദ്യോഗസ്ഥർ. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഇതൊന്ന് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നവരെയെങ്കിലും ഈ SIR പ്രവർത്തനങ്ങൾ നീട്ടിവെക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.